സംസാരം ഇനി മൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ചുവടുകളിൽ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. വാരാന്ത്യ ലോക വൃത്താന്തം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. സർക്കാരിനെ വിമർശിക്കുന്നത് കലാപത്തിനുള്ള ആഹ്വാനമായി കാണാൻ കഴിയില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വിധിച്ചു. തന്നെയുമല്ല, ജനാധിപത്യം നിലനിൽക്കുന്നതിന് ഇത്തരം വിമർശനങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നും കോടതി വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു പ്രസംഗം രാജ്യദ്രോഹപരമാണെന്നാരോപിച്ച് നൽകിയ ഹർജി തള്ളുകയും ചെയ്തു. ഒരു ജനപ്രതിനിധി പ്രത്യേക നയത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ എതിരെ പോരാടാൻ ആഹ്വാനം ചെയ്യുന്നത് കലാപപ്രേരണയായി കാണാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി. വിമർശനത്തോട് അസഹിഷ്ണുത പുലർത്തുന്നവർ ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളാണ്. തങ്ങൾ ജനങ്ങളുടെ ദാസന്മാരാണെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക എന്നത് എല്ലാ പൗരന്മാരുടെയും കടമയാണെന്നും ഭരണാധികാരികൾ തിരിച്ചറിയണം. ജനപക്ഷത്ത് നിന്നുകൊണ്ട് വിഷയങ്ങളെ കാണാനും എപ്പോഴും അവർക്കനുകൂലമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നവരായിരിക്കണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരണാധികാരികൾ. സ്വന്തം നിലയിൽ യുദ്ധം പ്രഖ്യാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് ഭരണഘടന അധികാരം നൽകിയിട്ടുണ്ട്. എന്നാൽ 48 മണിക്കൂറിനകം ഈ വിവരം കോൺഗ്രസിനെ അറിയിക്കണം. 60 ദിവസത്തിനു മുമ്പ് യുദ്ധം അവസാനിപ്പിക്കുകയും വേണം. അടിയന്തര ഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ അനുമതി കൂടാതെ യുദ്ധം 30 ദിവസം കൂടി തുടരാം. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ ഈ 2 വ്യവസ്ഥകളും ട്രംപ് പാലിച്ചിട്ടുണ്ട്. തന്മൂലം ഈ യുദ്ധത്തിന് കോൺഗ്രസിൻ്റെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് ഭരണകക്ഷിയിലെ അംഗങ്ങൾ വാദിക്കുന്നത്. 60 ദിവസം തികയുന്നതിന് മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നും അത് ഒരാഴ്ചത്തേക്ക് നീട്ടി എന്നുമാണ് അമേരിക്കയുടെ ആഭ്യന്തര സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. അമേരിക്കയ്ക്കു നേരെ ആക്രമണം ഉണ്ടാകുമ്പോഴാണ് കോൺഗ്രസിൻ്റെ അനുമതി കൂടാതെ യുദ്ധം പ്രഖ്യാപിക്കാൻ കഴിയുന്നത്. ഇറാനെ അമേരിക്ക ആക്രമിച്ചതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത്. ഇത് നിയമവിരുദ്ധമായ സൈനിക നടപടിയായിട്ടാണ് പ്രതിപക്ഷം കാണുന്നത്. ഈ വകുപ്പ് തന്നെ ഭരണഘടനാ വിരുദ്ധം എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം. ബഹ്റിനെയും UAEയും ആക്രമിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇതോടൊപ്പം ഹോർമൂസ് കടലിലേക്ക് കടക്കാൻ ശ്രമിച്ച 2 അമേരിക്കൻ കപ്പലുകളെ മുന്നറിയിപ്പ് നൽകി മടക്കി അയച്ചതായും ഇറാൻ അറിയിച്ചു. ഇത് രണ്ടും സ്ഥിരീകരിക്കാൻ പ്രസിഡന്റ് ട്രംപ് തയ്യാറായിട്ടില്ല. ഏപ്രിൽ 8-ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുവെന്നും ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് വെടിനിർത്തൽ നീട്ടിവെച്ചു എന്നും ട്രംപ് കോൺഗ്രസിനെ അറിയിച്ചത് മെയ് 1-നാണ്. ഇപ്പോഴും വെടിനിർത്തൽ നിലവിലുണ്ടോ എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ട്രംപ് വിസമ്മതിച്ചു. എന്നാൽ ഇരു കൂട്ടരും സൈനിക നടപടികൾ വീണ്ടും ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. സൈനിക നടപടികൾ തുടരുന്നതിനെ അമേരിക്കയിലെ 62% ആൾക്കാരെങ്കിലും എതിർക്കുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളെ ഇറാൻ ആക്രമിക്കുന്നത് അമേരിക്കയുടെ മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനാണ്. വളരെ അകലെയുള്ള അമേരിക്കയെ ആക്രമിക്കാൻ ഇറാന് കഴിയില്ല. അതുകൊണ്ടാണ് അമേരിക്ക സംരക്ഷിക്കുന്ന രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കുന്നത്.
തമിഴക വെറ്റിക്കഴകം അഥവാ TVK എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വിജയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ദളപതി എന്നറിയപ്പെടുന്ന സിനിമാ താരം വിജയ് ഈ പാർട്ടി സ്ഥാപിച്ചത് 2 വർഷങ്ങൾക്ക് മുമ്പാണ്. 2026 തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. പാർട്ടി സംഘടിപ്പിച്ച റാലിയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് വിജയിക്ക് വലിയ ഒരു വെല്ലുവിളിയായി. ഇതിൻ്റെ പേരിൽ വിജയിയുടെ പ്രചരണ പരിപാടികൾക്ക് ഭരണകക്ഷി വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെയൊക്കെ അതിജീവിച്ച് 107 സീറ്റുകളാണ് TVK പിടിച്ചെടുത്തത്. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ദയനീയമായി പരാജയപ്പെട്ടു. കോൺഗ്രസിനെ 1987 ഭരണത്തിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ദ്രാവിഡ പാർട്ടികളാണ് മാറി മാറി തമിഴ്നാട്ടിൽ ഭരണം നടത്തിയിരുന്നത്. 4 പതിറ്റാണ്ടോളം നീണ്ട ദ്രാവിഡ പാർട്ടികളുടെ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് 2 വർഷം മാത്രം പ്രായമുള്ള TVK 234 സീറ്റുകളിൽ 107 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന സ്ഥാനത്തെത്തി. ഇത് ജനങ്ങളുടെ വിജയമാണ്, ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. നാവികസേനയുടെ സഹായത്തോടെ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകളെ കടത്തിവിടാനുള്ള പദ്ധതി തൽക്കാലം നടപ്പിലാക്കില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ നിലപാട്. ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നതാണ് ഈ മാറ്റത്തിന് കാരണമായി പറയുന്നത്. ഇറാൻ സൈനിക നടപടികൾ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ മാറ്റം ഉണ്ടായത്. ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം തെറ്റായിപ്പോയി എന്ന് കരുതുന്ന അമേരിക്കക്കാരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. അമേരിക്കയുടെ ആഭ്യന്തര വിപണിയിൽ എണ്ണയുടെ വില സർവകാല റെക്കോർഡിൽ എത്തി. 2 മാസം കഴിഞ്ഞിട്ടും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇറാന്റെ മേൽ ഒരു വിജയവും നേടാൻ ട്രംപിന് കഴിഞ്ഞില്ല. ഗൾഫ് മേഖലയിലെ യുദ്ധത്തിൽ ചേരാൻ യൂറോപ്പിലെ രാജ്യങ്ങൾ വിസമ്മതിച്ചു. ധനനഷ്ടവും മാനഹാനിയും മാത്രം സമ്മാനിക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ്. യുദ്ധം തുടരുന്നതിനെ ആരും അനുകൂലിക്കുന്നില്ല. എന്നിട്ടും ബന്ധപ്പെട്ട കക്ഷിയുമായി ആരോഗ്യകരമായ ചർച്ചകൾക്ക് ട്രംപ് തയ്യാറാകുന്നില്ല. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം പ്രശാന്ത് എന്ന IAS ഉദ്യോഗസ്ഥന്റെ സസ്പെൻഷൻ നീട്ടുന്ന ഉത്തരവ് പുറത്തിറങ്ങി. 2024 നവംബർ മുതൽ ഈ ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലാണ്. ഓരോ 6 മാസം കഴിയുമ്പോഴും പുതിയ ഉത്തരവുകൾ ഇറക്കിയാണ് ഇദ്ദേഹം സർവീസിലേക്ക് മടങ്ങി വരുന്നില്ല എന്നുറപ്പാക്കിയിരുന്നത്. സർക്കാരിനെതിരെയും മേലുദ്യോഗസ്ഥന്മാർക്കെതിരെയും അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചു. സർക്കാർ അനുമതിയില്ലാതെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു തുടങ്ങിയവയാണ് ഇദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ. IAS ഉദ്യോഗസ്ഥന്മാർക്ക് ബാധകമായ പെരുമാറ്റച്ചട്ടങ്ങൾ ഇദ്ദേഹം ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് നിയമപരമായ സംവിധാനങ്ങൾ ഉണ്ട്. നിയമപരമായ നടപടികളിൽ വീഴ്ചയുണ്ടായാൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഉദ്യോഗസ്ഥനുമുണ്ട്. എന്നിട്ടും സസ്പെൻഷൻ അപ്പുറത്തേക്ക് നടപടികൾ പുരോഗമിക്കുന്നില്ല. സർക്കാരിനെതിരെ ജനവിധി വന്ന ദിവസം യാതൊരു അടിയന്തര പ്രാധാന്യവുമില്ലാത്ത ഒരു ഉത്തരവിറക്കിയത് ജനവിധിയെ അവഹേളിക്കലാണ്. ഒരു ഭാഗത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. കടൽ മാർഗങ്ങളിലൂടെ കപ്പലുകൾ സുയസ് കനാലിൽ എത്തിച്ച് അവിടെ നിന്നും വിവിധ തുറമുഖങ്ങളിലേക്ക് കപ്പലുകൾ തിരിച്ചുവിടാനുള്ള പദ്ധതിയെക്കുറിച്ച് സൗദി ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മറുഭാഗത്ത് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിരോധം അവസാനിപ്പിച്ച് പൂർവസ്ഥിതി പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഈ ചർച്ചകളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോൾ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഇടിഞ്ഞു.
ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടായി. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഉയർന്നു. അന്താരാഷ്ട്ര സാമ്പത്തിക മേഖലയെ ഈ യുദ്ധം എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ മാറ്റങ്ങൾ. കഴിഞ്ഞ 2 മാസമായി തുടരുന്ന അമേരിക്കൻ ഇറാൻ യുദ്ധം മൂലം ഉണ്ടാകുന്ന കെടുതികൾ ഇരു രാജ്യങ്ങളും അവഗണിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ശക്തമായ ഭാഷയിൽ ഇവരോട് പറയാൻ ഒരു രാജ്യവും തയ്യാറാകുന്നില്ല. മധ്യസ്ഥനും എല്ലാം അനുസരിക്കുന്നു. 9 വയസ്സിനു മുകളിൽ പ്രായമുള്ള വിദ്യാർത്ഥികളെ ചൂരൽ കൊണ്ട് അധ്യാപകൻ ശിക്ഷിക്കുന്നതിനെ സിംഗപ്പൂർ എതിർക്കുന്നില്ല. വിദ്യാർത്ഥികളുടെ സ്വഭാവ രൂപീകരണത്തിനും അച്ചടക്കം വർദ്ധിപ്പിക്കുന്നതിനും ഈ നടപടി സഹായിക്കും എന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വിശദീകരിച്ചത്. എന്നാൽ നിരവധി വ്യവസ്ഥകൾ പാലിക്കാൻ സ്കൂൾ അധികൃതർ ബാധ്യസ്ഥരാണ്. വിദ്യാർത്ഥിനികളെ ഇതിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം. ഓരോ സ്കൂൾ അധികൃതർക്കും യുക്തമെന്ന് തോന്നുന്ന നടപടികൾ സ്വീകരിക്കാം. ഇത് പൂർണ്ണമായും ഒഴിവാക്കുകയോ പ്രത്യേക വ്യവസ്ഥകൾക്ക് വിധേയമായി അംഗീകരിക്കുകയോ ചെയ്യാം. ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കാണ് ചൂരൽ പ്രയോഗം വിധിച്ചിട്ടുള്ളത്. അച്ചടക്കത്തിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ശാരീരിക ശിക്ഷ നൽകുന്നതിനെ കാലഹരണപ്പെട്ട ഒരു സമ്പ്രദായമായിട്ടാണ് ആധുനിക സമൂഹം കാണുന്നത്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ചൂരൽ പ്രയോഗം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ചില അധ്യാപകർക്കെങ്കിലും ഇത്തരം ഒരു നിരോധനത്തെക്കുറിച്ച് അറിയില്ല. ഇത് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. MV ഹോൺഡ്യൂസ് എന്ന കപ്പൽ 150 വിനോദസഞ്ചാരികളുമായി തെക്കേ അമേരിക്കയിലെ അർജന്റീനയിൽ നിന്നും യാത്ര ആരംഭിച്ചത് ഏപ്രിൽ 1-നാണ്. സ്പെയിനിൻ്റെ ഭാഗമായ കാനറി ദ്വീപിൽ മെയ് 10-ന് യാത്ര അവസാനിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ കപ്പലിലെ 3 യാത്രക്കാർക്ക് ഹാൻഡ വൈറസ് രോഗബാധയുണ്ടായതായി മെയ് 4-ന് കപ്പൽ അധികൃതർ സ്ഥിരീകരിച്ചു. സാംക്രമിക രോഗം ബാധിച്ചവരുമായി വരുന്ന കപ്പലിനെ തങ്ങളുടെ നാട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് സ്പെയിൻ നിലപാടെടുത്തു. മടക്കയാത്രയ്ക്കിടയിൽ പല യാത്രക്കാരും പല തുറമുഖങ്ങളിലും ഇറങ്ങിയിരുന്നു. ഇതിൽ 2 പേർ മരിച്ചതായും കണ്ടെത്തി. മുൻ നിശ്ചയപ്രകാരം കപ്പൽ കാനറി ദ്വീപിൽ പ്രവേശിക്കുന്നതിനുള്ള അനുമതിക്കായുള്ള കപ്പലുടമയുടെ അഭ്യർത്ഥന സ്പെയിൻ പരിഗണിക്കുകയാണ്. എലികൾ വഴി പകരുന്ന ഹാൻഡ വൈറസ് കോവിഡിനെ പോലെ അപകടകാരി അല്ല എന്ന് WHO തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്ക, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് കപ്പലിലെ യാത്രക്കാർ. മാർച്ച് മാസത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കാൻ നിശ്ചയിച്ചിരുന്നതാണ്. അമേരിക്ക ഇറാൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്നാണ് ഈ സന്ദർശനം നീട്ടിവെച്ചത്. അടുത്ത ആഴ്ചയിൽ ട്രംപ് ചൈന സന്ദർശിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച ഇറാൻ വിദേശകാര്യമന്ത്രി ചൈന സന്ദർശിക്കുകയും ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധത്തെ നിരുത്തരവാദപരവും അപകടകരവുമായ നടപടി എന്നാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി വിശേഷിപ്പിച്ചത്. ഇറാനിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ചൈന. യുദ്ധം മൂലം ഇറക്കുമതി മുടങ്ങിയെങ്കിലും വലിയ കരുതൽ ശേഖരമുണ്ടായിരുന്നതിനാൽ യുദ്ധം ചൈനയെ ബാധിച്ചിട്ടില്ല. ഇറാനുള്ള ചൈനയുടെ പിന്തുണ ഇറാൻ അമേരിക്കൻ ചർച്ചകളിൽ നിർണായക സ്വാധീനം ചെലുത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചൈനയെ പിണക്കാതിരിക്കാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുന്നതായും പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാരാന്ത്യ ലോക വൃത്താന്തം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ
ജെ ജേക്കബ്.